വൈപ്പിനിൽ 20 രൂപയുടെ ഗ്രേവിയെ ചൊല്ലി തർക്കം. ഹോട്ടൽ ഉടമകളെയും ജീവനക്കാരെയും യുവാവ് ക്രൂരമായി മർദ്ദിച്ചു. പൊറോട്ടയ്ക്കൊപ്പമുള്ള ഗ്രേവിക്ക് 20 രൂപ നൽകണമെന്ന് പറഞ്ഞതാണ് പ്രകോപനം. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, എന്താണ് വൈപ്പിനിലെ ആ ഗ്രേവി തല്ല്? ഈ കൊല്ലത്തെയാണ് ഈ ഭക്ഷണ സാധനങ്ങളെ ചൊല്ലിയുള്ള തർക്കത്തിൽ കൂടുതലായി വിമർശിച്ചിരുന്നത്. എന്നാൽ അതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ കൊച്ചിയിലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. എന്താണ് ഈ ആക്രമണത്തിന് ഈ കാരണമായത്? എന്താണ് ഈ യുവാവിനെ പ്രകോപിപ്പിച്ചത്? ഗ്രേവി മാത്രമാണോ? അച്ഛന് പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറിയ വിഷയത്തെ ചൊല്ലി, ഒരു കറിയെ ചൊല്ലിയുള്ള തർക്കമാണ് ഇത്ര വലിയ സംഘർഷത്തിലേക്ക് എത്തിയത്. അവിടെ ഗ്രേവി സാധാരണ നിലയ്ക്ക് പലപ്പോഴും സംഘർഷത്തിലേക്കും പിന്നീട് കേസിലേക്കും എല്ലാം മുമ്പ് നമ്മൾ പല ഘട്ടങ്ങളിലും കണ്ടിട്ടുണ്ട്. ഗ്രേവിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കോടതി കയറുന്ന സ്ഥിതിവിശേഷം വരെ ഉണ്ടായിരുന്നു. ഇവിടെ പൊറോട്ട വാങ്ങിയ യുവാവ് അതിനോടൊപ്പം ഗ്രേവി ചോദിച്ചു. ആ ഗ്രേവി ചോദിച്ചപ്പോൾ അതിന് 20 രൂപ നൽകണമെന്ന് ഹോട്ടൽ ഉടമകൾ പറഞ്ഞു. അങ്ങനെയാണ് ഈടാക്കുന്നത് ഗ്രേവിക്കൊപ്പം എന്ന് പറഞ്ഞു. എന്നാൽ ഇത് യുവാവിനത്ര രസിച്ചില്ല ഈ പറഞ്ഞ കാര്യം. തുടർന്ന് അയാൾ തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. അയാൾ പറഞ്ഞു ആ പണം നൽകാൻ പറ്റില്ല എന്ന് പറയുകയും ചെയ്തു. പൊറോട്ടയ്ക്ക് ഉൾപ്പെടെയുള്ള പണം നൽകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് അവിടെയുള്ള ഹോട്ടൽ ഉടമകൾ, ഭാര്യയും ഭർത്താവ്, രണ്ട് സ്ത്രീ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവർ അത് ചോദ്യം ചെയ്തതോടുകൂടി തന്നെ അവിടെ ഹോട്ടൽ ഉടമയ്ക്ക് നേരെ ഇയാൾ കയ്യേറ്റത്തിന് മുതിരുകയായിരുന്നു. തുടർന്ന് സംഘർഷ സാഹചര്യം ഉണ്ടായി. മറ്റ് ജീവനക്കാരെയും ഇയാൾ മർദ്ദിച്ചു എന്നതാണ് പരാതി. പിന്നീട് ജീവനക്കാരും ഈ ഹോട്ടൽ ഉടമയും ചേർന്ന് ഇയാളെ തള്ളി പുറത്താക്കി കൊണ്ടുപോകുന്നതും ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. സൗജന്യമായി ഗ്രേവി നൽകുന്ന ഒരു വിഷയം തന്നെയാണ് ഇത്തരമൊരു പ്രശ്നത്തിലേക്ക് എത്തിയത്. തുടർന്ന് യുവാവ് മറ്റൊരു പരാതി കൂടി പറഞ്ഞു. കഴിഞ്ഞ ദിവസം നൽകിയ പൊറോട്ട നല്ലതായിരുന്നില്ല എന്നൊരു പരാതി കൂടി ഉയർത്തിക്കൊണ്ടായിരുന്നു ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഗ്രേവിയെ ചൊല്ലിയുള്ള തർക്കത്തിന് ശേഷമായിരുന്നു കഴിഞ്ഞ ദിവസം വാങ്ങിയ പൊറോട്ടയുടെ വിഷയം കൂടി പറഞ്ഞത്. ഗ്രേവി കൂടി വേണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഗ്രേവിക്ക് പ്രത്യേകമായി 20 രൂപ നൽകണമെന്ന് ഹോട്ടൽ ഉടമകൾ ആവശ്യപ്പെട്ടു. പലയിടത്തും നടക്കുന്ന തർക്കത്തിന്റെ തുടർച്ച തന്നെയാണ് ഈ ഒരു സംഭവം. ഇരു കൂട്ടരും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഹോട്ടൽ ഉടമകളുടെ പരാതിയിൽ പോലീസ് തുടർ നടപടികൾ ആയി മുന്നോട്ട് പോവുകയാണ്.